വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിന് പിന്നാലെ കടുത്ത അസംതൃപ്തിയിലായ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും. പുതിയ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. എന്താ അങ്ങയുടെ ഒരു പ്രതികരണം? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിൽ കടുത്ത അസംതൃപ്തിയും അതൃപ്തിയും നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് രമേശ് ചെന്നിത്തല. തുടർന്ന് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും പുറപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹം ഗുരുവായൂരിൽ എത്തിയിരിക്കുന്നു. നാളെ 1-ാം തീയതിയാണ് ക്ഷേത്ര ദർശനത്തിനായാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയതെന്നായിരുന്നു നേരത്തെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യമായി അതൃപ്തിയൊന്നുമില്ല, പിണക്കങ്ങളില്ല എന്നൊക്കെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു പ്രതികരണം വന്നിട്ടില്ല. വി.ഡി. സതീശനെ ഇതുവരെ അഭിനന്ദിച്ചിട്ടില്ല. വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രിക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്താതെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഗുരുവായൂരിൽ അദ്ദേഹം സ്വകാര്യ ഗസ്റ്റ് ഹൗസിലാണ് ഇന്ന് രാത്രി തങ്ങുന്നത്. നാളെയായിരിക്കും ക്ഷേത്ര ദർശനം. അദ്ദേഹം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നതടക്കം നോക്കുകയാണ്. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങളുമായി. യൂനുസ്, ചെന്നിത്തല ഈ ഗസ്റ്റ് ഹൗസിലേക്ക് ഇറങ്ങുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. ഒന്നും സംസാരിച്ചില്ലേ? എന്തായിരിക്കും ഇനി നാളെ തന്നെയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്? അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് സംബന്ധിച്ച് എന്ത് സൂചനകളാണുള്ളത്? നമുക്കറിയാം, ഈ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിന്നാണ് ഇപ്പോൾ ഗുരുവായൂരിലേക്ക്, ഇപ്പോൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിയത്. നമ്മൾ ചോദിച്ചു, പുതിയൊരു ഗവൺമെന്റ്, പുതിയൊരു മുഖ്യമന്ത്രി വന്നല്ലോ, അതിന് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു, മാധ്യമപ്രവർത്തകർ ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പല ചോദ്യങ്ങളായി ചോദിച്ചു, പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടാതെ ആ അതൃപ്തിയിൽ തന്നെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത്. ഒരു കടുത്ത അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വ്യക്തമാണ്. പലതവണ പല ചോദ്യങ്ങളായി അദ്ദേഹത്തോട് ചോദിച്ചു, പുതിയ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യോ എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നിനും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം മൗനം തുടർന്ന് അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോവുകയാണ് ഉണ്ടായത്. ഏതായാലും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഇന്ന് തുടരും. പുലർച്ചെ 3 മണിക്കാണ് ക്ഷേത്രത്തിൽ നിർമാല്യം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തും. തൊഴുത് അദ്ദേഹം തിരിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, അദ്ദേഹം അരിപ്പാട്ടേക്കാണോ അതോടൊപ്പം അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കാണോ പോവുക എന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം പൂർണ്ണമായി അതൃപ്തി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. കെ.സി. വേണുഗോപാലിനെ പിന്മാറ്റിയ സമയം തനിക്ക് നറുക്ക് വീഴും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ സീനിയോറിറ്റി പാർട്ടി പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു അതൃപ്തി അദ്ദേഹത്തിന് പൂർണ്ണമായി ഉണ്ട് എന്നുള്ളതിൽ വ്യക്തമാണ്. ഒരു മറുപടിയും ഒരു കാര്യത്തിനും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നാളെ സംസാരിക്കുമോ എന്നുള്ളതിൽ വ്യക്തമല്ല. നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം നാളെ സംസാരിക്കും.